മലയാളത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് എപ്പോഴും തിളങ്ങി നിൽക്കുന്ന താരമാണ് ദർശന രാജേന്ദ്രൻ. മായാനദി എന്ന ചിത്രത്തിലെ ബാവുരാമൻ എന്ന് തുടങ്ങുന്ന പഴയ ഹിന്ദി ഗാനത്തിലൂടെയായിരുന്നു ദർശന പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായി മാറിയത്. റോഷൻ മാത്യൂസിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തിയ പാരഡൈസ് ആണ് ദർശനയുടെ ഏറ്റവും പുതിയ ചിത്രം. ശ്രീലങ്കൻ സംവിധായകൻ പ്രസന്ന വിതനകയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇപ്പോഴിതാ വിനീത് ശ്രീനിവാസൻ ചിത്രം ഹൃദയം എന്ന ചിത്രത്തിൽ നായികയായി എത്തിയപ്പോൾ ഉണ്ടായ നെഗറ്റീവ് കമന്റുകളെ കുറിച്ചാണ് ദർശന പറയുന്നത്. താൻ പ്രണവിന്റെ നായികയായി എത്തിയപ്പോൾ പലർക്കും ഇഷ്ടമായില്ലെന്നാണ് ദർശന പറയുന്നത്. കാണാൻ ഒരു ലുക്കില്ലെങ്കിലും ദർശനയുടെ ഒരു കോൺഫിഡൻസ് നോക്കണേ എന്നൊക്കെയാണ് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ കമന്റുകൾ ഇട്ടത് എന്നാണ് ദർശന പറയുന്നത്. മെന്റലി ഓക്കെ ആണെന്നും ഒരു സ്പേസ് ഇട്ട് നിൽക്കാൻ പറ്റുമെന്നും ഉറപ്പുള്ള സമയത്ത് മാത്രമാണ് ഞാൻ കമന്റുകൾ നോക്കുന്നത്. ആ സമയത്ത് ഞാൻ എല്ലാ കമന്റുകളും നോക്കാറുണ്ട്. ഞാൻ ഓക്കെ ആയ സമയമായതുകൊണ്ട് ഒരു കമന്റുകളും എന്നെ ബാധിക്കാറില്ല. ഹൃദയം സിനിമയുടെ സമയത്ത് എനിക്ക് കിട്ടുന്ന കമന്റുകളൊക്കെ കോമഡി ആയിരുന്നു. എങ്ങനെയുള്ള നടിയായിരിക്കണം ലീഡ് റോളിൽ വരേണ്ടതെന്ന ചിന്ത പൊതുവേ ഉണ്ടല്ലോ. എന്നെ പോലെയുള്ള ഒരാളെ നായികയായി കണ്ടതോടെ ആളുകളൊക്കെ ശരിക്കും അൺകംഫർട്ടായിരുന്നു. പക്ഷേ എനിക്കതിൽ ഒരുപാട് സന്തോഷം തോന്നി. എന്നെ പോലെയുള്ള ആളുകൾക്കും സ്നേഹിക്കപ്പെടാമെന്നും സ്ലോ മോഷനിൽ നടന്ന് മുടി പറത്താമെന്നും മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചു. പക്ഷേ എന്നെ പൂരത്തെറിയായിരുന്നു. ഇതിനെയൊക്കെ എന്തിനാണ് പ്രണവ് മോഹൻലാലിന്റെ നായികയാക്കിയത് എന്നായിരുന്നു അവരൊക്കെ ചോദിച്ചത്. ആ സമയത്ത് രാജേഷ് മാധവനും റോഷൻ മാത്യുവും ഒക്കെ ആ കമന്റുകൾ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമായിരുന്നു. അവരൊക്കെ ഈ കമന്റുകൾ കളക്ട് ചെയ്യുന്ന ഒരു ടീമായിരുന്നു. എന്നിട്ട് എല്ലാം എനിക്ക് അയച്ചു തരുമായിരുന്നു. ആ സമയത്ത് മെന്റലി ഒരു ഡിസ്റ്റൻസ് വെച്ച് വായിക്കുവാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഞാൻ വായിച്ച് എൻജോയ് ചെയ്യാറുണ്ട്. മെന്റലി ഡൗൺ ആണെങ്കിൽ ഞാൻ അതിലേക്ക് പോകാറില്ല. അപ്പോൾ അവർക്കും അറിയാവുന്നതുകൊണ്ട് ആ സമയത്ത് സ്ക്രീൻഷോട്ട് ഒന്നും അയക്കില്ല. കാണാൻ ഒരു ലുക്ക് ഇല്ലെങ്കിലും ദർശനയുടെ ഒരു കോൺഫിഡൻറ്റ് നോക്കണേ എന്നൊക്കെയാണ് ചില കമന്റുകൾ ഉണ്ടാവുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് അവർ മെസ്സേജിൽ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടെ കാണിച്ചു തരാൻ വേണ്ടിയാണത് എന്നാണ് റെഡ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിൽ ദർശന പറഞ്ഞത്. 28ാമത് ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമായ കിം ജിസോയ്ക്ക് അവാർഡ് കരസ്ഥമാക്കിയ ചിത്രം കൂടിയാണ് പാരഡൈസ്. ജൂൺ 28-നാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് റിലീസ്. കേശവ്, അമൃത എന്നീ മലയാളി ദമ്പതികൾ തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കുവാനും രാമായണവുമായി ബന്ധപ്പെട്ട ലൊക്കേഷനുകൾ എക്സ്പ്ലോർ ചെയ്യുവാനുമായി ശ്രീലങ്കയിൽ എത്തുന്നതും തുടർന്ന് രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര കലാപവുമാണ് ചിത്രത്തിന്റെ പ്രമേയം. നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിൽ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ ചിത്രം കൂടിയാണ് പാരഡൈസ്. ന്യൂട്ടൺ സിനിമ നിർമ്മിച്ച ചിത്രം തമിഴ് സംവിധായകൻ മണിരത്നത്തിന്റെ മദ്രാസ് ടാക്കീസിന്റെ ബാനറിലാണ് പുറത്തിറങ്ങുന്നത്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, സിംഹള എന്നീ ഭാഷകളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. രാജീവ് രവി ഛായാഗ്രഹണവും ശ്രീകർ പ്രസാദ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ പ്രശസ്ത ശ്രീലങ്കൻ അഭിനേതാക്കളായ മഹേന്ദ്ര പെരേര, ശ്യാം ഫെർണാണ്ടോ തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്.